ഹലോ, എന്തായിരിക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളതേ, നമ്മൾ ഇതിന് മുന്നേ വരച്ച ഒരു ട്രേസ് ചെയ്ത് വരച്ച് കാണിച്ചെന്നില്ലയോ, ആ ഒരു പിക്ചറിൽ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ. അതിനായിട്ട് ഞാൻ ഒരു നെക്ക് വെറുതെ റഫായിട്ട് ഞാനൊന്ന് അന്ന് തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ നെക്കിൽ ജസ്റ്റ് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക. മൊത്തത്തിൽ അങ്ങ് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും എളുപ്പത്തിന്. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യണം കേട്ടോ. അങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളായിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു സെക്കൻഡ് വേറൊരു കളർ ത്രെഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കെട്ടിടേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ താഴോട് എടുത്തിട്ടതിന് ശേഷം ബാക്കിൽ കുറച്ച് കോർത്തിട്ട് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം വേറൊരു നൂല് ഡബിൾ ലെയർ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനു മുന്നേ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം സ്റ്റിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് ലൂസായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകുന്നുണ്ട് എന്നെന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിട്ടുണ്ട്, അതായത് ആ സ്റ്റിച്ച് വെറുതെ നമ്മളിങ്ങനെ ചെയ്തിടുമ്പോഴത്തേക്കും ലൂസായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ചെയ്യേണ്ട ഒരു ട്രിക്കാണ്. അതായത് നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ അകത്തൂടെ ആണല്ലോ നമ്മൾ ഈ നൂല് എടുക്കുന്നത്. ആ നൂല് കുറച്ച് ആ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അകത്ത് അടിയിൽ നിന്ന് കുറച്ച് തുണിയിലൂടെ നമ്മൾ ആ സ്റ്റിച്ച് കുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിന് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ സ്റ്റിച്ച് ഇങ്ങനെ വലതും ഇടതും ഭാഗത്തായിട്ട് ഇങ്ങനെ നൂലിനകത്തോട് കയറ്റി ഇറക്കി അങ്ങനെ ആ സ്റ്റിച്ച് ഫുള്ളും കംപ്ലീറ്റ് ആക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് സീക്വൻസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, സീക്വൻസ് അല്ല, അതിനേക്കാളും കുറച്ച് വേറെ എന്തെങ്കിലും, അതായത് കുറച്ച് വലിപ്പമുള്ള സീക്വൻസോ അതല്ലാതെ കട്ട് ബീഡ്സോ ഷുഗർ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതിയാവും. അതിനായിട്ട് നമ്മൾ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിനായിട്ട് എടുത്ത നൂല് തന്നെ സിംഗിൾ ലെയർ ആയിട്ട് എടുക്കുക. ശേഷം ഈ സീക്വൻസ് അതിനകത്തോട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് അതായത് ഈ ഓരോരോ നമ്മൾ ഹോളില്ലയോ, ആ ഹോളിൻ്റെ ഒരു ഭാഗത്തൂടെ സൂചി കുത്തി പുറത്തോട്ട് എടുത്തതിന് ശേഷം സീക്വൻസ് കയറ്റിയതിന് ശേഷം ആ സ്റ്റിച്ചിൻ്റെ വെളിയിലോട്ട് സൂചി കുത്തിയിട്ട് ആ സ്റ്റിച്ച് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ആ സ്റ്റിച്ച് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഇത് നമുക്ക് നെക്കിലും കൊടുക്കാം, നമുക്ക് നമ്മുടെ സ്ലിറ്റിൽ കൊടുക്കാം, ചുരിദാറിൻ്റെ തുമ്പിൽ കൊടുക്കാം, പിന്നെ നമ്മുടെ ഷോളിലൊക്കെ കൊടുക്കാം. അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും, എളുപ്പത്തിനും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നും അറിയാതിരിക്കുന്ന തുടക്കക്കാരായിരുന്നാലും പോലും ഇതിങ്ങനെ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് നോക്കിയാൽ മതിയാവും. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാനും പറ്റും. ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ഏതെങ്കിലും വേണ്ടാത്ത ഏതെങ്കിലും ക്ലോത്തിലോ അതല്ല മറ്റെന്തിലെങ്കിലും സാധാരണ മെഷീൻ നൂല് വെച്ച് ഒന്ന് ചെയ്ത് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ചെയ്ത് വരുമ്പോഴത്തേക്കും കൈ നന്നായിട്ട് വഴങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ട് പറ്റത്തില്ല, ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. എല്ലാവരും ഇത് 1, 2, 3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്ത് പഠിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്താൽ പഠിക്കാൻ പറ്റും. എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇത് മാക്സിമം ശ്രമിച്ച് നോക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.